പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, നേരെ മറിച്ച് അതൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ സംശയം ഉണ്ടാകാം, ശരിക്കും ഈശോ ഇതിലുണ്ടോ എന്ന്. അവിടെ ഈശോയുടെ തിരുമുഖം വിശുദ്ധ കുർബാനയിൽ തെളിഞ്ഞു വരികയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാള്. പരിശുദ്ധ കുർബാനയുടെ ഒരു തിരുനാള് നമ്മൾ പ്രധാനമായിട്ട് ആഘോഷിക്കുന്ന വേറൊരു ദിവസമുണ്ട്. അത് പെസഹ വ്യാഴാഴ്ചയാണ്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. എന്നാൽ ഇന്നത്തെ തിരുനാള് അറിയപ്പെടുന്നത് കോർപ്പൂസ് ക്രിസ്റ്റി എന്ന പേരിലാണ്. കോർപ്പൂസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ, അതിന്റെ ലിറ്ററലായിട്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈശോയുടെ ശരീരം എന്നാണ്. എന്നാൽ ഈ തിരുനാളിൽ നമ്മൾ പറയുന്ന പേര് ഈശോയുടെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും തിരുനാൾ എന്നാണ്. ഈശോയുടെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും തിരുനാൾ. ഈ തിരുനാളിന്റെ പുറകില് രണ്ട് ചെറിയ മനുഷ്യരുടെ കഥയുണ്ട്. അതിൽ ഒന്നാമത്തെ ആള് വിശുദ്ധ ജൂലിയാന എന്ന് പറയുന്ന ബെൽജിയത്തിലെ ലിയേജ് എന്ന സ്ഥലത്തുള്ള ഒരു സന്യാസിനിയാണ്. ആ സന്യാസിനിക്ക് 16-ാമത്തെ വയസ്സ് മുതൽ ഒരു ദർശനം കിട്ടിക്കൊണ്ടിരുന്നു. ആ ദർശനം എങ്ങനെയായിരുന്നു? ഒരു പൂർണ്ണ ചന്ദ്രന്റെ ദർശനമാണ് അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം പൂർണ്ണ ചന്ദ്രന്റെ ദർശനം അവൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ പൂർണ്ണ ചന്ദ്രനിൽ ഒരു കറുത്ത പാടുണ്ടായിരുന്നു. ദർശനം കാണുമ്പോഴൊക്കെ അവൾ കാണുന്നത് അതിലൊരു കറുത്ത പാട്. എന്താണെന്ന് ഓർത്ത് അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഈശോ തന്നെ അവൾക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു. ഈശോ എങ്ങനെയാണ് പറഞ്ഞത്? പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് സഭയാണ്. എന്നാൽ ആ കറുത്ത പാട് നീ കാണുന്നത് തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ഒരു തിരുനാൾ സഭയിലില്ല. ആ തിരുനാള് ആഘോഷിക്കാത്തത് കൊണ്ടുള്ള പാടാണ് എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് പരിശുദ്ധ കുർബാനയുടെ തിരുനാള് പ്രത്യേകമായിട്ട് ആഘോഷിക്കണമെന്ന്. പരിശുദ്ധ കുർബാനയിൽ നമ്മളെ സ്നേഹിക്കുന്ന ഈശോയെ നമ്മൾ കണ്ട് സ്നേഹിച്ച് ആരാധിക്കുന്ന ഒരു തിരുനാൾ വേണമെന്ന് ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ തിരുനാളില് ഈശോ പരിശുദ്ധ കുർബാനയില് സജീവമായിട്ടും സന്നിഹിതനാണ് എന്ന് ഉള്ള വിശ്വാസം നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഒരുപക്ഷെ പല ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് ലാറ്റിൻ ചർച്ചിലാണ് വളരെ വലിയ ആഘോഷം നടത്തുന്നത്. പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമൊക്കെ ചില ദേവാലയങ്ങളിൽ ഇന്ന് നടത്തപ്പെട്ട് കാണും. ഞാനിപ്പോൾ ഉജ്ജയിനിൽ തിരിച്ചു അവധിക്കൊക്കെ ശേഷം വന്നു. ഇവിടെ SBS സിസ്റ്റേഴ്സ്, അവര് ആരാധനയുടെ സിസ്റ്റേഴ്സാണ്. അവര് ഇതിന്റെ ആഘോഷം ഇവിടെ നടത്തുന്നത് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ്. അന്ന് പരസ്യമായ ആരാധനയും പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും ഒക്കെ ഉണ്ട്. അത്രമാത്രം പരിശുദ്ധ കുർബാന എത്രമാത്രം ആരാധിക്കപ്പെടേണ്ടതാണ്, സ്തുതിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ആ കാര്യം നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, നേരെ മറിച്ച് അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് വെറും ഒരു വ്യക്തിയല്ല, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്. പിന്നീട് ഞാൻ ആ ചരിത്രത്തിന്റെ ഒരു അടുത്ത വശത്തേക്ക് ഞാൻ പറയുകയാണ്. അതിനുശേഷം ഈശോ വെളിപ്പെടുത്തി കൊടുത്തു, ജൂലിയാനായിക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന്. അതിനുശേഷം ജൂലിയാന ഈ കാര്യം രൂപതയിലെ മെത്രാനെ അറിയിക്കുന്നുണ്ട്. രൂപതയിലെ മെത്രാനെ അറിയിച്ച് 1246 ആ രൂപതയില് പരിശുദ്ധ കുർബാനയുടെ തിരുനാള്, ഈശോയുടെ തിരുശരീരത്തിനെയും തിരുരക്തത്തിനെയും തിരുനാള് ആഘോഷിക്കാനായിട്ട് ഇടവന്നു. മാർപ്പാപ്പയെയും അവൾ അറിയിച്ചിരുന്നു.
എന്നാൽ പെട്ടെന്ന് തിരുസഭ മുഴുവനായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഇടവന്നില്ല. അതിനുശേഷം 1263 പീറ്റർ എന്ന് പറയുന്ന ഒരു വൈദികന്, പീറ്റർ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഞാൻ അദ്ദേഹം ഓർക്കുന്നില്ല, പീറ്റർ എന്ന് പറയുന്ന വൈദികന് ഒരു വലിയ സംശയം, ശരിക്കും വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഈ സംശയം അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ അദ്ദേഹം ഈ സംശയത്തിനൊരു നിവാരണം ഉണ്ടാകണമെന്ന രീതിയിൽ റോമിലേക്ക് അദ്ദേഹം ഒരു തീർത്ഥയാത്ര നടത്തുവാണ്. തീർത്ഥയാത്ര നടത്തുന്ന വഴിയിൽ ബോൾസ്തേന എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു സ്ഥലത്തെ ദേവാലയത്തിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് കയറി. ആ വിശുദ്ധ കുർബാനയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് ആ തിരുവോസ്തിയിൽ നിന്ന് രക്തം പ്രവഹിക്കാനായിട്ട് തുടങ്ങി. രക്തം പ്രവഹിച്ച് അത് അൾത്താര് വെരിയന്മേലും ബലിപീഠത്തിന്മേലും നിറയാനായിട്ട് ഇടവന്നു. ആ സമയത്ത് ഈശോയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ്, നീ എന്നെ സംശയിക്കരുത്, ഞാൻ സത്യമായും ഇവിടെ തന്നെ ഉണ്ട്. നീ സംശയിക്കരുത്, ഞാൻ സത്യമായും ഇവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം ഈ തിരുരക്തത്താൽ നനഞ്ഞ അൾത്താര് വിരിയുമായി അദ്ദേഹം റോമിലേക്ക് യാത്ര ചെയ്ത് ഉർബൻ 4 മാർപ്പാപ്പായി ഇത് കാണിക്കുവാണ്. മാർപ്പാപ്പായി ഇതിനെക്കുറിച്ച് പഠനം നടത്തി അദ്ദേഹത്തിന് അതിൽ വിശ്വാസമായി. 1264 ഓഗസ്റ്റ് 11 മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് പറഞ്ഞു, ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാള് സഭയിൽ 1264 മുതൽ ആഘോഷിക്കുമെന്ന്. അങ്ങനെ 1264 മുതൽ പരിശുദ്ധ കുർബാനയുടെ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഇടവന്നു. ഈ തിരുനാളിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ കുർബാനയിൽ സത്യമായും ഈശോ എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ സത്യത്തെ സഭയുടെ കൗൺസിൽ, ലാറ്ററൻ കൗൺസിലും പിന്നീട് ട്രെൻഡ് കൗൺസിലും ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയും ചെയ്തു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 1374 ഖണ്ഡിക നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദീപികാരുണ്യ സാദൃശ്യങ്ങളിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനന്യമാണ്. അത് ആധ്യാത്മിക ജീവിതത്തിന്റെ പൂർണ്ണതയും എല്ലാ കൂദാശകളിലെയും ലക്ഷ്യവും എന്ന നിലയിൽ കുർബാനയെ സകല കൂദാശകളേക്കാൾ ഉന്നതമാകുന്നു. ഏറ്റവും പരിശുദ്ധ കൂദാശയായ കുർബാനയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവത്വത്തോടും കൂടി സത്യമായും യഥാർത്ഥമായും സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇതിനെ യഥാർത്ഥ സാന്നിധ്യം എന്ന് വിളിക്കുന്നു. ഈ സാന്നിധ്യത്തിന്റെ മറ്റുള്ള രീതികൾ യഥാർത്ഥമല്ല എന്ന രീതിയിൽ അവയെ ഒഴിവാക്കി നിർത്താനുള്ളതല്ല. പിന്നെയോ സാന്നിധ്യം സമുന്നതമായ രീതിയിലായതുകൊണ്ട് അതിനെ അങ്ങനെ വിളിക്കുന്നു. അതായത്, നന്നായിട്ട് ശ്രദ്ധിക്കണം, അതായത് ദൈവവും മനുഷ്യനുമായ ക്രിസ്തു തന്നെ തന്നെ സമഗ്രമായും പൂർണ്ണമായും സന്നിഹിതനാക്കുന്ന സത്താപരമായ ഒരു സാന്നിധ്യമാണിത്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്നാണ് പറയുന്നത്. ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ, അതിന്റെ അർത്ഥം ട്രാൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച്, സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, സത്ത. അപ്പം ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സത്താപരമായ മാറ്റം. ഇത് നമ്മൾ വേദപാഠത്തിനൊക്കെ കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്. എങ്കിലും ഇതൊന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന സത്യമായും ഈശോയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് പോലും സംശയം തോന്നാം. കാരണം എന്തുകൊണ്ടാണ്? വിശുദ്ധ കുർബാനയെ അർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുണ്ടായിരുന്ന അപ്പം പോലെ തന്നെയാണല്ലോ പിന്നെയും ആ അപ്പം ഇരിക്കുന്നത്.
അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ സംശയം ഉണ്ടാകാം, ശരിക്കും ഈശോ ഇതിലുണ്ടോ എന്ന്. എന്നാൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സത്താപരമായ മാറ്റം എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൻ്റെ ബാഹ്യമായ ആകൃതിക്കോ അതിൻ്റെ ടേസ്റ്റിനോ അതിൻ്റെ നിറത്തിനോ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിലെ സബ്സ്റ്റൻസ്, അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. അതിൻ്റെ സത്ത ഈശോ തന്നെയാണ്. പിന്നീട് പലർക്കും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഒക്കെ ഉണ്ടായത് മൂലമോ അല്ലെങ്കിൽ ഇത് കൂടുതൽ സ്ഥിരീകരിക്കേണ്ടതിനായിട്ടോ ആയിരിക്കാം അനേക ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്. അനേക ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, എണ്ണാൻ പറ്റാത്ത അത്തരം അത്ഭുതങ്ങൾ ശരിക്കും സഭയിൽ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭയിൽ നടന്നു. അതിൽ തിരുസഭ 130ഓളം, കൃത്യമായിട്ട് പറഞ്ഞ 136, 137 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. ഔദ്യോഗികമായിട്ട് അതിനെ സ്ഥിരീകരിച്ചു. എന്നിട്ട് അതിൽ എല്ലാ അത്ഭുതങ്ങളുടെയും പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അത് ഈശോയുടെ മാംസവും രക്തവുമായി മാറി ആ രക്തത്തിന്റെ സാമ്പിള് എന്ന് പറയുന്നത് AB പോസിറ്റീവാണ്. അതുപോലെ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ആ മാംസം എടുക്കപ്പെട്ടിരിക്കുന്നത് വേദന അനുഭവിക്കുന്ന, വേദനയാൽ പിടയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയഭാഗത്തിന്റെ കോശങ്ങളിൽ നിന്നാണ്. അപ്പം അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തി എല്ലായിടത്തും ഇതെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വെറുമൊരു വിശ്വാസമല്ല എന്ന് ഈശോ സ്ഥിരീകരിക്കുന്ന അത്ഭുതങ്ങളാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവസാനമായിട്ട് നമുക്കറിയാം, കേരളത്തില് വിളക്കന്നൂർ എന്ന സ്ഥലത്ത് നടന്ന അത്ഭുതവും അവിടെ ഈശോയുടെ തിരുമുഖം വിശുദ്ധ കുർബാനയിൽ തെളിഞ്ഞു വരികയാണ്. 10 വർഷത്തിന് ശേഷം അതിന് യാതൊരു വ്യത്യാസം ഉണ്ടാകാത്ത രീതിയിൽ ഇന്നും അത് പരസ്യ ആരാധനയ്ക്കായിട്ട്, വണക്കത്തിനായിട്ട് തിരുസഭ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആഴത്തിൽ വിശ്വസിക്കേണ്ട സത്യമാണ്. ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എന്താണ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ വിശുദ്ധ കുർബാനയുടെ ഈ അത്ഭുതങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ഒരു യുവ വിശുദ്ധനെ നമുക്കറിയാം. ആ വിശുദ്ധന്റെ പേരെന്താണ്? കാർലോ അക്വിറ്റസ്. കാർലോ അക്വിറ്റസ് ആണ് വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ച് പഠനം നടത്തിയത്. 130ഓളം സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി നടത്തിയ പഠനത്തിലൂടെ അദ്ദേഹം പറയാനായിട്ട് ആഗ്രഹിച്ചു, ലോകത്തോട് മുഴുവനായിട്ട് പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഈ ചെറിയ അപ്പം അത് ഒരു സാധാരണ അപ്പം അല്ല എന്ന് പറയുവാനാണ്. ഇത് ഈശോ തന്നെയാണ് എന്ന് ലോകത്തെ മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടാണ് ആ യുവ വിശുദ്ധൻ പരിശ്രമിച്ചത്. ഇന്ന് അദ്ദേഹം വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നവരെ ഈശോ അത്രമാത്രം സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ഒരുപക്ഷെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ഇതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നന്മമരത്തിൽ ഒരു വീഡിയോ ഇറക്കാനായിട്ട് ഇടവന്നു. നന്മമരത്തിലെ ആ സഹോദരങ്ങൾ എത്രമാത്രം തീഷ്ണതയോടെയാണ് ഈശോയെ സ്നേഹിക്കുന്നത് എന്ന് ആ വീഡിയോയിലൂടെ നമ്മൾ ഓരോരുത്തരും കേട്ട് കാണും. അപ്പം ഈ ഒരു ഈശോയെ തിരിച്ചറിഞ്ഞ് ഈശോയ്ക്ക്, നമ്മളെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ ജീവിതവും പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. വിശുദ്ധ കുർബാനയിൽ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ബൈബിളിൽ ഇതിന്റെ ഏറ്റവും സ്ഥാപനത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ ചരിത്രം നമുക്ക് നൽകുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം
ഒന്നാം ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ നമ്മളോട് പറയുവാണ്, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. അതായത് ഈശോ ഏറ്റവും പ്രത്യേകമായിട്ട് പൗലോസ്ലീഹായിക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇവിടെ ഈശോ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആലങ്കാരികമായ ഒന്നും അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ആലങ്കാരികമായ ഭാഷയിലൊന്നും അല്ല, അതിനേക്കാൾ ഉപരി വളരെ കൃത്യമായ ഭാഷയിൽ പറയുവാണ്, ഈ കുർബാന, ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഈ അപ്പം എന്ന് പറയുന്നത് അത് എൻ്റെ ശരീരം തന്നെയാണ്, ഈ വീഞ്ഞ് എന്ന് പറയുന്നത് എൻ്റെ രക്തം തന്നെയാണ്. പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ 10-ാം അധ്യായം 1-ാം ലേഖനം 10-ാം അധ്യായത്തില് 16-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ വീണ്ടും നമ്മളോട് പറയുകയാണ്, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിതമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിതമല്ലേ? അതായത് നമ്മൾ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് വഴി നാം ഈശോയോട് ഒന്നായി മാറുവാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വലിയ പഠനം നടത്തുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തില് യോഹന്നാൻ ശ്ലീഹ ഇത് വളരെ വിശദമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. 6-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നത് വഴിയാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തോടു കൂടിയാണ് തൻ്റെ വിവരണങ്ങൾ യോഹന്നാൻ ശ്ലീഹ ആരംഭിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തില് അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നത് വഴി ആൾക്കാര് ഈശോ പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈശോയെ അന്വേഷിച്ച് ആൾക്കാര് ചെന്ന് കഴിയുമ്പോൾ, ആൾക്കാര് ഈശോയുടെ ചുറ്റും കൂടി കഴിയുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അപ്പം കഴിച്ച് വയറ് നിറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് ഈശോ പറയുവാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ടത് ഈ അപ്പത്തിന് വേണ്ടിയല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തന്ന അപ്പത്തിന് വേണ്ടിയല്ല, ഈ നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല. 6-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. നമ്മൾ അധ്വാനിക്കേണ്ടത് അനശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ്. ഈ അപ്പത്തിന്റെ പ്രത്യേകതകളാണ് ഈ ഈശോ ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് വെളിവാക്കുന്നത്. ഈ സുവിശേഷത്തിലൂടെ ഈശോ വെളിവാക്കുന്ന ഈ വാക്യങ്ങള്, ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ 60-ാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രതികരണം നമ്മൾ കേൾക്കുവാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാമത്തെ ഭാഗത്തില് ശിഷ്യന്മാര് പറഞ്ഞു, പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇത് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ഇത് വിശ്വസിക്കാനായിട്ട് ആർക്കാണ് ഇത് കഴിയുന്നത്? 61-ാമത്തെ വാക്യത്തില് ഈശോ അവരോട് ചോദിക്കുവാണ്, ശിഷ്യന്മാർ ഇതിനെക്കുറിച്ച് പിറുപിറുക്കുന്നത് കാണുമ്പോൾ ഈശോ അവരോട് ചോദിക്കുവാണ്, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? ഇന്ന് പല വ്യക്തികൾക്ക്, നമ്മൾ കത്തോലിക്ക സഭ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന, എന്നാൽ മറ്റു സഭയിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഇതേ രീതിയിൽ വിശ്വസിക്കാത്ത ഒത്തിരി സഭകളുണ്ട്. എന്നാൽ കത്തോലിക്ക സഭ ഇതേ വിശ്വാസം, പലരും പറയാറുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് മാത്രമാണ് യോഹന്നാന്റെ 6-ാമത്തെ അധ്യായം കൃത്യമായിട്ട് വ്യാഖ്യാനിച്ച് തരാൻ പറ്റുന്നത്. കാരണം വചനം എന്ത് പറയുന്നതോ, ഈശോ വചനത്തിലൂടെ എന്ത് പറയുന്നോ അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് സഭ അത്
സ്വീകരിക്കുവാണ്. ഇനി ഇതിന് ശേഷമുള്ള ഒരു പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർ എന്താ ചെയ്യുന്നത്? 66 വാക്യത്തില്, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 66 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: ഇതിന് ശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. കാരണം യഹൂദന്മാരെ സംബന്ധിച്ച് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റാത്ത കാര്യമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയൊക്കെ അനേകര് ഈശോയെ വിട്ടുപോയെങ്കിലും, ഈശോ പറഞ്ഞ ഈ വാക്കുകളെ വിട്ടുപോയെങ്കിലും ഈശോ ഈ പറഞ്ഞ കാര്യത്തെ ഈശോ മാറ്റി പറയുന്നില്ല. അതുപോലെ ഈ ഭാഗത്ത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ യാതൊരു ഉപമയും ഉപയോഗിക്കാതെയാണ് ഈശോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അതേപടി സത്യമാണ് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് കർത്താവ് പറയുന്നത്. ഇനി ഇതിനേക്കാൾ ഹൃദയഭേദകമായ ഒരു ചോദ്യം നമ്മൾ കാണുന്നത് 67 വാക്യത്തിലാണ്. എല്ലാവരും ഈശോയെ വിട്ടുപോയി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം, നിങ്ങൾ എൻ്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും കാര്യം പറഞ്ഞ് ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റാത്തപ്പോൾ മറ്റെല്ലാവരും ഈശോയെ വിട്ടുപോയപ്പോൾ ഈശോ 67 വാക്യത്തില്, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 67 വാക്യത്തില് ഈശോ 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ? നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? ഇവിടെയാണ് നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായിട്ടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഭാഗികമായിട്ടുള്ള വചനം എന്ന് പറയുന്നത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനങ്ങള്, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങള് അതേപടി സ്വീകരിച്ച് വിശ്വസിക്കുന്നത് വഴിയാണ് നമുക്ക് ജീവനുണ്ടാകേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കിത് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാനുള്ള കാരണം എന്താണ്? കാരണം അത് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ബുദ്ധി കൊണ്ട് എനിക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നേരെ മറിച്ച് ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും എളിമപ്പെടാനായിട്ട് തയ്യാറാകുകയും ചെയ്താൽ ഈശോ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വിശ്വസിക്കാനും ഏറ്റെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. സ്നേഹത്തിന് സഹോദരങ്ങളെ, ഈശോ അതുകൊണ്ട് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മൾ എളിമപ്പെട്ട് ഈശോ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് പൂർണ്ണമായിട്ടും സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക, അതിൽ യാതൊരു കലർപ്പുമില്ലാതെ. അതുകൊണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11 അധ്യായം 25 വാക്യത്തില് ഈശോ എങ്ങനെ പറയുന്നുണ്ട്: സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറിച്ച് അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ശിശുക്കളുടെ എളിമയും വിനയവും ഉള്ളവർക്കാണ് ഈശോ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനും അത് ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റാനും സാധിക്കുന്നത്. ഈശോ പരിശുദ്ധ കുർബാനയില് സത്യമായും സന്നിഹിതമായിരിക്കുന്നു എന്ന് ഈശോ വളരെ കൃത്യമായി നമ്മളോട് പറയുവാണ്. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 50 വാക്യത്തില് ഈശോ പറയുവാണ്, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഈശോ മന്ന എന്ന് പറയുന്ന പഴയ നിയമത്തില് മോശയ്ക്കും കൂട്ടർക്കും കൊടുത്ത മന്ന എന്ന് പറയുന്ന ഒരു ഭക്ഷണത്തെയും വിശുദ്ധ കുർബാനയുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. മന്ന ആരാണ് കൊടുത്തത്? മോശയാണ് അവർക്ക് കൊടുക്കുന്നത്. മോശ എന്ന മാധ്യമത്തിലൂടെ മന്ന അവർക്ക് കൊടുക്കുന്നത് ദൈവമാണ്. എന്നാൽ മന്ന കഴിച്ചവരെ കുറിച്ച് ഈശോ എന്താണ് പറയുന്നത്? മന്ന കഴിച്ചവരൊക്കെ മരിച്ചു, എന്നാൽ എന്നെ കഴിക്കുന്നവൻ ഒരിക്കലും മരിക്കില്ല, ഒരിക്കലും മരിക്കില്ല. അത്
അത് നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. അത് നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. 49-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇത് കാണുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. അപ്പോൾ ഈ അപ്പത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇനി ഇതിനെക്കുറിച്ച് അല്പം കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? ഈശോ എന്തിനാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? അപ്പമായി മാറാനായിട്ടാണ്. അപ്പമായി മാറാനായിട്ടാണ്. ഈശോ എവിടെയാ ജനിച്ചേ? ആ ജനിച്ച സ്ഥലത്തിന്റെ പേര് ബെത്ലഹേം എന്നാണ്. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പത്തിന്റെ ഭവനം എന്നാണ്. അപ്പത്തിന്റെ ഭവനം. അപ്പം അപ്പത്തിന്റെ ഭവനത്തിലാണ് ഈശോ. ഇതെല്ലാം നമ്മൾ എല്ലാം കൂട്ടിവെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ ബൈബിള് ആദ്യം മുതലേ അവസാനം വരെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ് ബൈബിൾ മുഴുവൻ. പരിശുദ്ധ കുർബാനയിലാണ് ബൈബിൾ മുഴുവൻ കേന്ദ്രീകൃതമായിരിക്കുന്നത്. അപ്പം ഈശോ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് അപ്പമായി മാറാനാണ്. അതുകൊണ്ട് ഈശോ തന്റെ കാര്യങ്ങളിൽ അപ്പം എടുത്തുകൊണ്ടാണ് പറയുന്നത്, ഇത് എൻ്റെ ശരീരമാണ്. ഇനി രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട്. ഈ അപ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട്. അതില് ഒന്നാമത്തെ കാര്യം 48-ാമത്തെ വാക്യമാണ്. 48-ാമത്തെ വാക്യം, ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് പറയുമ്പോൾ ഈ അപ്പം ഞാനാണ്. ഈ ജീവന്റെ അപ്പം എന്ന് പറയുമ്പോൾ ഈ അപ്പം ഞാനാണ്. അതായത് ഈ അപ്പത്തിൽ ഞാൻ മുഴുവനായി സന്നിഹിതനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി വേറൊരു ഭാഗത്ത് ഈശോ പറയുന്ന ഒരു കാര്യം എന്താണ്? 53-ാമത്തെ വാക്യത്തില് ഈശോ പറയുവാണ്, യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ഈശോ പറയുവാണ്, ഒരു വശത്ത് ഈശോ ഈ അപ്പം ഞാനാണെന്ന് പറയുന്നു, മറുവശത്ത് പറയുന്നു ഇത് എൻ്റെ ശരീരമാണ്. അപ്പൊ ഒരേ സമയത്ത് തന്നെ ഈശോയുടെ ശരീരവുമാണ്, ഈശോയുടെ രക്തവുമാണ്. അതേ സമയത്ത് തന്നെ ഈശോ പൂർണ്ണമായും അതിൽ സന്നിഹിതനാണ്. ഈ കാര്യം നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉറപ്പിക്കണം ഈ കാര്യങ്ങള്. അപ്പം ഇത് മാംസത്തിന്റെ രൂപത്തില് ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ ഈശോയുടെ മാംസവും രക്തവുമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായ രീതിയിൽ ഇന്നത്തെ ഈ ക്ലാസ്സിന് ശേഷം നമുക്കൊരു സംശയമേ ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായും ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു. ഇനി ഇത് സ്വീകരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അതായത് മന്ന സ്വീകരിച്ചത് വഴി അവർക്ക് അന്നത്തെ കാര്യങ്ങൾക്കുള്ള വിശപ്പ് അടങ്ങി. എന്നാൽ ഈശോയെ സ്വീകരിക്കുന്നതിന് എന്താ ലഭിക്കുന്നത്? അത് നിത്യജീവനാണ് ലഭിക്കുന്നത്. നിത്യജീവനാണ് ലഭിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം അനുതാപത്തിന്റെ കാറോസുസായുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതരായി തീരുകയും ചെയ്യാം. അപ്പം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി ഓരോ ദിവസവും നമ്മൾ പവിത്രീകൃതരായി തീരുകയാണ്. അപ്പം പരിശുദ്ധ കുർബാന ലക്ഷ്യം എന്താണ്? നമ്മളെ ഈശോയാക്കി തീർക്കുന്ന ഉദാശയാണ്. നമ്മളെ ഈശോയാക്കി തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈശോ ഇത് നൽകുന്നത്. ഇത് വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ, ഇത് ഒരുക്കത്തോടു കൂടി സ്വീകരിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഫലങ്ങൾ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മളോട് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് തന്മൂലം 27-ാമത്തെ വാക്കിൽ 1 കൊറിന്തോസ് 11:27 പറയുന്നുണ്ട്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്താൽ
അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിഭജിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങൾ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. അപ്പം ഒരു വശത്ത് ഈശോ നമ്മൾ തിരുശരീരം നൽകി നമ്മളെ പവിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് യഥാർത്ഥ ഒരുക്കവും ആത്മശോധനയും ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് ഫലം പുറപ്പെടുവിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാന നിങ്ങളുടെ പാപമോചനത്തിനായി എന്ന് ഈശോ പറഞ്ഞാണ് ശരീരം തിരുരക്തവും വിഭജിച്ചും ഒക്കെ ഈശോ തരുന്നത്. ആ സമയത്ത് പാപമോചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നിരവധിയായ ചെറിയ പാപങ്ങൾ, ലഘുപാപങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇതുവഴി മോചിക്കപ്പെടുന്നുണ്ട്. അതുപോലെ മാരക പാപങ്ങളിലൂടെ വന്ന എല്ലാവിധ മുറിവുകളും ഈ പരിശുദ്ധ കുർബാന വഴി ഓരോ ദിവസവും ഉണക്കപ്പെടുന്നുമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇത് സ്വീകരിക്കുവാനായിട്ട്. 57 യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 57 വാക്യത്തില് ഈശോ പറയുവാണ്, ജീവിക്കുന്നതിനായി പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇപ്പം പരിശുദ്ധ കുർബാന ഏറ്റവും വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, ഒരുക്കത്തോടെ സ്വീകരിക്കുന്ന വ്യക്തിയിൽ ആരാണ് ജീവിക്കുന്നത്? ആരാണ് ജീവിക്കുന്നത്? ഈശോ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് എത്രമാത്രം ഒരുക്കത്തോടെ, സ്നേഹത്തോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ഇത് എത്രമാത്രം ബോധ്യത്തോടെയും വിശ്വാസത്തോടെയും ഒരുക്കത്തോടെയുമാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത് എന്നത് നമ്മൾ കുറെ കൂടി ചിന്തയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴിയുള്ള ഫലങ്ങളെ കുറിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ കാണുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന കേന്ദ്രത്തിൽ നമ്മൾ കാണുന്നത് 1322 ഖണ്ഡിക തൊട്ടാണ്. സമയമുള്ളപ്പോൾ ഇത് എല്ലാം നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. സമയമുള്ളപ്പോൾ നിങ്ങൾ ഇതൊന്നും നന്നായിട്ട് വായിച്ച് ഒന്ന് ധ്യാനിക്കുന്നത്. എത്രമാത്രം ആഴമായ പഠനമാണ് ഇതിനെക്കുറിച്ചുള്ളത്, ഇത് എന്തൊക്കെയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. 1322 ഖണ്ഡിക മുതൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് 1391 1391 ഖണ്ഡികയിലാണ് മുതലാണ് ദീപികാരുണ്യ സ്വീകരണത്തിന്റെ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ദീപികാരുണ്യ സ്വീകരണം യേശുവിനോടുള്ള നമ്മുടെ ഐക്യം വളർത്തുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഉള്ള ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് ദൈവ ഐക്യത്തിന്റെ ഭാഗം എന്നാ പറയുന്നത്. ദൈവ ഐക്യത്തിന്റെ ശുശ്രൂഷ ദൈവ ഐക്യത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, അതായത് പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട്, ഈശോയുമായിട്ട് ഒന്നായി തീരുവാണ്. ദീപികാരുണ്യ സ്വീകരിക്കുന്നതിന് പ്രധാന ഫലം യേശു ക്രിസ്തുവുമായിട്ടുള്ള ഉറ്റ ബന്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ഉറ്റ ബന്ധമാണ്. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നതിനായി പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് ഈ ഐക്യം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ കൊച്ചുത്രേസ്യ തന്റെ വിശുദ്ധ കുർബാന സ്വീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ എങ്ങനെയാണ് പറയുന്നത്?
ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാനും ഈശോയും രണ്ടായിരുന്നു. എന്നാൽ ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഈശോയിൽ ഇല്ലാതായി മാറി. അതായത് ഈശോയുമായിട്ട് പൂർണ്ണമായിട്ട് ഐക്യപ്പെട്ടു. അതുകൊണ്ട് കർത്താവുമായിട്ട് ഐക്യപ്പെടാനുള്ള കൂദാശയാണ് വിശുദ്ധ കുർബാന. ഇനി രണ്ടാമത്തെ കാര്യം, ഭൗതികമായ ഭക്ഷണം നമ്മുടെ ശാരീരിക ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നത് എന്തോ അത് കുർബാന സ്വീകരണം മൂലം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വിസ്മരണീയമായ വിധം ഉളവാകുന്നു. ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ടുള്ള സംസർഗം, അതായത് ഉത്ഥിതനായ ഈശോയുടെ ശരീരവുമായിട്ടുള്ള സംസർഗം, അതായത് പരിശുദ്ധാത്മാവിലൂടെ ജീവൻ നൽകുന്നതുമായ ശരീരവുമായിട്ടുള്ള സംസർഗം, മാമോദിസയിൽ സ്വീകരിച്ച കൃപാവരത്തിന്റെ ജീവനെ സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ ജീവിതത്തിലുള്ള ഈ വളർച്ചയ്ക്ക് ദിവ്യകാരുണ്യ ഭോജനം അത്യാവശ്യമാണ്. അതായത് ക്രൈസ്തവ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് വളരണമെങ്കിൽ ഈ കൂദാശ കൂടാതെ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൂദാശയ്ക്ക് പറയുന്ന വേറൊരു പേരുണ്ട്, തിരുപ്പാഥേയം. നമുക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ഇനി അടുത്ത ഫലം പറയുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നാം പാപത്തിൽ നിന്ന് പൂർണ്ണമായി, അത് 1391 പറയുന്നത്. വിശുദ്ധ കുർബാന സ്വീകരണം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്നു. ദിവ്യകാരുണ്യത്തിൽ നാം സ്വീകരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. നാം പാനം ചെയ്യുന്ന രക്തം പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ടതാണ്. ഇക്കാരണത്താൽ നമ്മെ കഴിഞ്ഞകാല പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കാതെയും ഭാവി പാപങ്ങൾ സംരക്ഷിക്കാതെയും നമ്മെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുവാൻ ദിവ്യകാരുണ്യത്തിന് കഴിയുകയില്ല. ഇനി അടുത്തത്, നഷ്ടപ്പെട്ടു പോയ ശാരീരിക പോഷണം വീണ്ടെടുക്കുന്നത് പോലെ അനുദിന ജീവിതത്തിൽ ദുർബലമാകാൻ സാധ്യതയുള്ള പരസ്നേഹത്തെ ദിവ്യകാരുണ്യ സ്വീകരണം ശക്തിപ്പെടുത്തുന്നു. അപ്പം പരസ്നേഹത്തിൽ വളരാനായിട്ട് ദിവ്യകാരുണ്യ സ്വീകരണം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ വളരെ കൃത്യമായിട്ട് സഭ പറയുകയാണ്, സജീവമാക്കപ്പെട്ട ഈ സ്നേഹം ലഘുപാപങ്ങളെ തുടച്ചു നീക്കുന്നു. ക്രിസ്തു നമുക്ക് തന്നെ നൽകിക്കൊണ്ട് നമ്മുടെ സ്നേഹത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ 1316 നമ്മൾ 1316 നമ്മൾ 1396 നമ്മൾ കാണുന്നു, ദിവ്യകാരുണ്യ സഭയെ നിർമ്മിക്കുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടുതൽ ഗാഢമായി ഐക്യപ്പെടുന്നു. അതിനാൽ ക്രിസ്തു എല്ലാ വിശ്വാസികളുടെയും സഭയാകുന്ന ഏക ശരീരത്തിൽ ഐക്യപ്പെടുന്നു. അപ്പം ഈ സഭയുമായിട്ടുള്ള ഐക്യത്തിലേക്ക് ഇത് നമ്മളെ നയിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും അവയവങ്ങളുമാണെങ്കിൽ കർത്താവിന്റെ മേശയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ കൂദാശയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ആയിരിക്കുന്നതിനോട് നിങ്ങൾ ആമേൻ എന്ന് മറുപടി പറയുന്നു. മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് സമ്മതം മൂളുന്നു. എന്തെന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരം എന്ന വാക്ക് കേൾക്കുന്നു, അതിന് ആമേൻ എന്ന ഉത്തരം പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആമേൻ സത്യമായിരിക്കുന്നതിന് ക്രിസ്തു ശരീരത്തിൽ അവയവമായിരിക്കുക. ഇനി അടുത്ത ഫലമായിട്ട് പറയുന്നതാണ്, ദിവ്യകാരുണ്യം നമ്മെ ദരിദ്രരോട് കടപ്പാടുള്ളവരാക്കുന്നു. നമുക്ക് നൽകപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരവും രക്തം സത്യത്തിൽ സ്വീകരിക്കുന്നതിന് ക്രിസ്തുവിനെ ഏറ്റവും ദരിദ്രരിൽ അവിടുത്തെ സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. സ്നേഹ സഹോദരങ്ങളെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കാം. ഇത് ഒരു സ്നേഹത്തിന്റെ കഥയാണ്. ഈശോ ഈ ദിവ്യകാരുണ്യം നമുക്കായിട്ട് നൽകുന്നത് വെറുതെ ഒരു ദിവസം ഒരു അന്ത്യത്താഴ വിരുന്നില് ഇത് സ്ഥാപിച്ചുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നത് എവിടെയാണ് ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നത്? ഈശോ പറഞ്ഞേ, കുരിശിലാണ് അല്ലേ? കുരിശിലാണ് ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നത്. അവിടെ വെച്ചാണ് ഈശോ തൻ്റെ രക്തം ചിന്തുന്നതും നമുക്ക് വേണ്ടി തൻ്റെ തിരുശരീര രക്തങ്ങള് മുറിച്ച് നൽകുന്നതും. അപ്പം വെറും ഒരു വാക്കിലൂടെ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. ഈശോയ്ക്ക് ഈ ദിവ്യകാരുണ്യമായി തീരാനായിട്ട്
പരിശുദ്ധ കുർബാനയായിട്ട് തീരാനായിട്ട് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് നൽകപ്പെടേണ്ടി വന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടേ? നമ്മളും നമ്മുടെ സഹനങ്ങള്, വേദനകള്, സങ്കടങ്ങള് ഒക്കെ ഈശോയുടെ ഈ ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവമായിട്ട് മാറുന്നത്. നമ്മൾ ഓരോ ദിവസവും ഈശോയോട് ഐക്യപ്പെട്ട് ഈ കൂദാശ സ്വീകരിക്കുന്നത് വഴി നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. വിശുദ്ധ കുർബാന പള്ളിയിലല്ല അവസാനിക്കുന്നത്, നേരെ മറിച്ച് നമ്മുടെ പ്രവർത്തന മേഖലകളിലാണ്. നമുക്ക് അനുദിനമുണ്ടാകുന്ന വേദനകളെയും സങ്കടങ്ങളെയും ഒക്കെ നമ്മൾ ഈശോയുടെ ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്, ഈശോയുടെ ബലിയോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇത് അനുഗ്രഹമായിട്ട് മാറുന്നത്. നേരെ മറിച്ച് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, വളരെ ഭക്തിയോടുകൂടി സ്വീകരിക്കുന്നു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ ഈശോയുടെ സ്നേഹം ഞാൻ ഈശോയുമായിട്ട് ഐക്യപ്പെട്ടാൽ ആ ഐക്യ മൂലം പിന്നെ എന്നിൽ ജീവിക്കേണ്ടത് ഈശോയാണ്. ഇപ്പം യഥാർത്ഥത്തിൽ എൻ്റെ ദിവ്യകാരുണ്യ ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതം തന്നെയാണ്. ഇപ്പം ദിവ്യകാരുണ്യം എന്നിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയുന്നത്? ഞാൻ ജീവിക്കുമ്പം ഈശോയുടെ ആ ക്ഷമയും ഈശോയുടെ ആ സ്നേഹവും ഈശോയുടെ ആ കാരുണ്യവും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടു കഴിയുമ്പം അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ദിവ്യകാരുണ്യ ഫലങ്ങൾ എന്നിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ ശക്തി എന്നിൽ പ്രകടമാക്കാത്തതാണ് എൻ്റെ സങ്കടത്തിന് കാരണമെന്ന്. ഇപ്പം ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഈ ശക്തി എന്നിൽ പ്രകടമാകുന്നില്ലെങ്കിൽ നമ്മുടെ സങ്കടം അത് തന്നെ ആയിരിക്കണം. എന്തായിരിക്കണം? ഈശോയെ, നിന്നെ സ്വീകരിച്ച നിന്റെ സ്നേഹവും നിന്റെ സമാധാനവും എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് പറ്റുന്നില്ലെങ്കിൽ എവിടെയോ നമ്മുടെ ഒരുക്കത്തിലും കുർബാന സ്വീകരണത്തിലും കുറവുണ്ടെന്ന് അതിൻ്റെ അർത്ഥമാകുന്നേ. ഈശോയുടെ സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനിയും നമ്മൾ കൂടുതൽ ആത്മശോധന ചെയ്ത് ഓരോ ദിവസവും വളരെ ബോധപൂർവമായ ആത്മശോധന ചെയ്ത് ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ജീവിക്കണം. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി തന്നെ. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എടുത്ത ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ എടുക്കാമെന്ന് ഞാൻ കരുതുന്നേ. ഒന്ന്, ഞാൻ ഈശോയുമായിട്ട് ഐക്യപ്പെടുകയാണ് എന്നുള്ള ആഴമായ ബോധ്യത്തിൽ എത്തുക. ഇനി മുതൽ ഞാനല്ല, ഈശോ തന്നെയാണ് എന്നിൽ ജീവിക്കേണ്ടത് എന്ന ഉറപ്പ് വരുത്തുക. അതുപോലെ ദിവ്യകാരുണ്യ ഈശോയെ ഇനി മുതൽ ഞാൻ ഒരിക്കലും സംശയിക്കില്ല. സത്യമായും അവിടുന്ന് എന്നിൽ സത്യമായും ദിവ്യകാരുണ്യത്തിൽ പൂർണ്ണമായിട്ടും ജീവിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും, ഈ 4 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാന സന്നിഹിതനായിരിക്കുന്ന ഈശോയെ കുറിച്ച് പറയുന്നത്. ഈ 4 കാര്യങ്ങളും വിശുദ്ധ കുർബാനയിലുണ്ട്. അതുപോലെ ഈശോ പൂർണ്ണമായിട്ടും അതിൽ സന്നിഹിതനാണ്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ സങ്കടം പറയുന്നുണ്ട്. എല്ലാവരും എന്നെ വസ്തുവായിട്ട് കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എൻ്റെ സങ്കടം. അതുപോലെ എല്ലാവരും എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെ കണ്ട് എൻ്റെ അടുത്ത് വരാനും എന്നോട് സംസാരിക്കാനും എന്നെ നമ്മളോട് ചോദിക്കുന്നേ, നമുക്ക് ഈശോയോട് വാക്ക് കൊടുക്കാം. ഈശോയെ, ഇന്ന് മുതൽ ദിവ്യകാരുണ്യത്തിൽ ഞാൻ നിന്നെ കാണും. നീ സത്യമായും ദിവ്യകാരുണ്യത്തിൽ സ്നേഹത്തോടു കൂടി എഴുന്നള്ളിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ നിന്നോട് സ്നേഹത്തോടു കൂടി സംസാരിക്കും.